CJP എല്ലായിടത്തും CJP ആണ്. വാട്സ്ആപ്പ് ജനറേഷൻ ടയറും ബസ്സും കത്തിച്ചപ്പോൾ ജെൻസി ജനറേഷൻ ആൽഗോരിതമാണ് കത്തിക്കുന്നത്. I am very proud to identify myself as an urban nexus. ഇവിടെ സ്കോപ്പില്ല. എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒട്ടും ഇവിടുത്തെ കുട്ടികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ അല്ല, സാധാരണക്കാരായ ആളുകളുടെ വികാരത്തെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇൻസ്റ്റഗ്രാം രാഷ്ട്രീയം സംസാരിക്കുന്നു അല്ലേ? ഇപ്പൊ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വിളിച്ച എന്താണ് പാറ്റകൾ എന്നല്ലേ? അന്ന് എന്നെ എന്റെ HOD വിളിച്ചെന്താ പുഴുക്കൾ എന്നായിരുന്നു. നമ്മുടെ ഈ ജനറേഷന്റെ സ്പിരിറ്റ് വേറെയാണ്, മാത്രമല്ല അവരുടെ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വേറെയാണ്. ഇവരെ വിമർശിക്കുന്നവരാണ് ശരിക്കും ഏറ്റവും വലിയ മണ്ടന്മാര്. പറയാനെങ്ങ തീരുമാനിച്ചാൽ പേളി പറയുന്നത് പോലെ പറയരുത്. Ready with me ചെയ്യുന്ന ആ വീഡിയോസിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് എ വേ ഓഫ് പ്രൊട്ടസ്റ്റ്. ഈ സൺസ്ക്രീൻ ഇടുന്ന എന്തിനാണ്? വെയിലത്ത് കിടന്ന് പോരാടാനാണ്. എന്തിനാണ് ട്രെൻഡിങ് ഓടി ഓടുന്നത്? മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക് അത് റീച്ച് ചെയ്യാനാണ്. ജെൻസി എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആണെന്ന് പറയാൻ പറ്റും. അഭിനന്ദിച്ചേ നമ്മൾ പറ്റും. ത്രില്ലടിപ്പിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം അപ്പുറമായിട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ വഴി ഇല്ലാന്ന് വന്നപ്പോഴാണ് ഇപ്പൊ കർഷക സമരത്തിൽ കണ്ടതുപോലെ തന്നെ പ്രതികരിക്കേണ്ടി വന്നത്. അച്ഛാ ഡൽഹിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷം വന്നു. പൊക്കോ മോനെ, പൈസ കയ്യിൽ കൊടുത്ത് പറഞ്ഞയച്ചു. ജെൻസികൾ ഇറങ്ങി, അതുകൊണ്ടാണ് ഇത്രയും ഇമ്പാക്ട് ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് നനഞ്ഞു പോയനെ. പോലീസ് വാഹനത്തിനെ ഒറ്റ കൈ കൊണ്ട് തടുത്തു നിർത്തുന്ന റിയ ആഹിറിനെ പോലുള്ള പെൺകുട്ടികളാണ് ഈ സമരത്തിന്റെ പ്രതീകം. തല്ലാൻ ഓങ്ങുന്ന പോലീസുകാരന് പൂച്ചെണ്ട് കൊടുക്കുന്നവര്. നരേന്ദ്രമോദിനെയൊക്കെ ഒന്ന് പറയാൻ പേടിച്ചിരുന്ന ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ടൈം മാറി. Calling Modi chaiwala is disrespecting to chai. Gonna create a new sex position called Modi, where I am the top and do nothing. സോഷ്യൽ മീഡിയ മാക്സിമം അവർ ഉപയോഗിക്കുകയാണ്. കലാപം ഉണ്ടാക്കാനുള്ള ഒരു പാറ്റകളല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അവകാശമാണ്. എല്ലാ തലത്തിലും ജെൻസികൾ ഇടപെടുന്നുണ്ട്, അവരുടേതായ രീതിയിൽ അവർ ഇടപെടുന്നുണ്ട്, അത് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മുന്നോട്ട് തുടർന്നു പോയാൽ വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. രാജ്യത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് രാജ്യ തലസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയാണ്. അത് കാറ്റത്തും മഴയത്തും ഒന്നും പൊടിഞ്ഞു പോകുന്ന ഈയാമ്പാറ്റകളല്ല, ദ റിയൽ കോക്രോച്ച്. കോക്രോച്ചുകൾ നടത്തുന്ന സമരം. അവർ തുടങ്ങി വെച്ച് അവരുടെ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമരം നടക്കുകയാണ്. നോക്കൂ, ആ പ്രക്ഷോഭത്തിൽ ഈ രാജ്യവ്യാപകമായി സമരം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സെൽഫി വീഡിയോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോയിലൂടെ അമച്വറായ ഒരു ഫ്രെയിമിൽ വന്നുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അവർ കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങാൻ കാരണക്കാരായവരാരാണ് എന്നുള്ളത് ഈ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന വലിയ ചർച്ചയാണ്. അത് ജെൻസി ആണ് എന്നുള്ളതാണ് പരക്കെ വിശ്വസിക്കുന്ന കാര്യം, പരക്കെ നടക്കുന്ന ചർച്ച. സൊറയുടെ സംതിങ് റാഷണൽ ആയിട്ടുള്ള ഒരു ചർച്ച ഞങ്ങൾ ജെൻസികളായിട്ടുള്ള കുറച്ചുപേർ ഇരുന്ന് നടത്താൻ പോവുകയാണ്. വിഷയം നമ്മുടെ ജെൻസിയാണ് അല്ലെ? ഇപ്പൊ ഇങ്ങനെ ഒരു സമരം ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്നതിന്റെ ഒരു കാരണമുണ്ടല്ലോ, അത് വളരെ സീരിയസ് ആയി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? ഈ ജെൻസികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണ് പറയാറ്. അതിനൊക്കെ തിരുത്തി കുറിക്കുന്നതാണോ ഈ സമരം? എക്സാക്ട്ലി. ഞാൻ അതിനു മുമ്പ് ഈ കോൺവെർസേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം കൊണ്ടാണ്. ഐ ആം വെരി പ്രൗഡ് ടു ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എൻ അർബൻ നെക്സൽ. അതായത് മോദി സർക്കാരിനെ വിമർശിക്കുന്ന ആരായാലും ആരെയും ഇവർ സംഘപരിവാർ എന്താ പറയാ, അർബൻ നെക്സൽ എന്നാണ് പറയാ. അതായത് എന്ത് പറഞ്ഞോളൂ, നിങ്ങൾ ന്യായമായ കാര്യം പറഞ്ഞോളൂ, അല്ലാതെ ആയിക്കോളൂ, നിങ്ങൾ അർബൻ നെക്സലാണ്, നിങ്ങൾ രാജ്യദ്രോഹിയാണ്, നിങ്ങൾ പാകിസ്ഥാനിയാണ്, മൊബൈലിൽ ഇപ്പോൾ അക്കൗണ്ടിൽ അമേരിക്കൻ ഫണ്ട് വന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയാം. ഈ സമരത്തിന്റെ കാര്യം വരികയാണെങ്കിൽ റോഷ്നി, ഇത് ബേസിക്കലി നീറ്റ് പേപ്പർ ലീക്ക് മൂലമുണ്ടായ ഒരു പ്രക്ഷോഭമാണ്. പക്ഷെ ഞാൻ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് പല ലെയേഴ്സിലൂടെയാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു മാസ് ആയിട്ടുള്ള ഒരു യൂത്ത് മൂവ്മെന്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നീറ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റ് ആണ്. യൂത്തിനൊക്കെ ഒത്തുകൂടാൻ പറ്റിയ, ജെൻസികൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയ ഒരു കോമൺ പോയിന്റ് ആണ്. ഇതിനപ്പുറം ഇവരെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. തൊഴിലില്ലായ്മയുണ്ട്. നിങ്ങൾ എത്ര നല്ല കോഴ്സ് പഠിച്ചോളൂ, നിങ്ങൾക്ക് പൈസ കിട്ടാത്ത ജോലി കിട്ടും. ആ ഒരു കോമൺ പ്രോബ്ലം ഉണ്ട്. ഇതിനെല്ലാം അപ്പുറം സത്യസന്ധമായി ഒത്തുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ ജെൻസി തലമുറ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, ഒരു റോഷ്നിക്ക് അറിയാലോ, രണ്ട് മതത്തിലുള്ളവർ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, പുറത്തു പോയാൽ മതം തിരഞ്ഞ് ആക്രമിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അതിനെല്ലാം അപ്പുറം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നീറ്റിന്റെ പ്രശ്നം തന്നെ റോഷ്നി പറഞ്ഞല്ലോ, വിദ്യാർത്ഥി ആത്മഹത്യ പെരുകുന്ന ഒരു സാഹചര്യം. അത് ഇന്നൊന്നിലെ തുടങ്ങിയതല്ലല്ലോ, ഒരുപാട് വർഷങ്ങളായി. മിക്ക വർഷം എല്ലാ വർഷവും
കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് വർഷാവർഷം 10,000-ലധികമാണ് കണക്ക്. അതെ, അങ്ങനെ വരുന്നൊരു സാഹചര്യത്തില് ഈ പേപ്പർ ലീക്ക് എന്ന് പറയുന്നത്, നീറ്റ് എന്ന് പറയുന്നത് ചെറിയ കടമ്പയല്ല. ഒരു കുട്ടി ഉറക്കം മളച്ച് രാത്രിയിൽ പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചൊരു സംഭവം അത് ഒഴിവാക്കാമായിരുന്ന ഒരു പിഴവിലൂടെ അത് നടന്നു പോകുമ്പോൾ ആ കുട്ടികൾക്ക് മാനസികാവസ്ഥ ആലോചിച്ച് നോക്കെ. ഇതെല്ലാത്തിന്റെയും ഒരു ആകത്തുകയാണ്. ഭാവന, ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോ ഈ സമരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് വെങ്കി പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള യുവാക്കൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പൊ ഈ സമരത്തോട് തന്നെ ഇവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു വിഷയമുണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം കൾച്ചറൽ ഇൻക്ലൂസീവ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ടെക്നോളജി അവർക്ക് വേണ്ടിയുണ്ട്, ഇവിടുത്തെ സമൂഹം അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സദാചാര കണ്ണുകളില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് ഇവിടെ ഈ സമൂഹത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത് കൂടി അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം നോക്കിക്കൊണ്ടാണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ഭരണകൂടം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ യുവതലമുറയ്ക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടത്? അതിൽ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇതുപോലെ കൂട്ടമായങ്ങ് ഇവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്ന് എന്നാണോ കരുതുന്നത്? ഇപ്പൊ നീറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 20 ലക്ഷത്തോളം ആളുകളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ, എഴുതുന്നവരെന്ന് പറയുന്നത് തന്നെ. അതിൽ തന്നെ 5% ആളുകളെ ഈ പറയുന്നത് പോലെ പ്ലേസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി കുറെ ക്രമക്കേടുകൾ കൂടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അത് ഇവിടെയുള്ള കുട്ടികൾക്ക് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരവസ്ഥയും, അതേപോലെ തന്നെ അവർക്ക് ഒരു അരക്ഷിതാവസ്ഥ വളരെയധികം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്? കാരണം എന്താണ്, ഇവിടെ സ്കോപ്പില്ല. ഇവിടെ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാള് ഇപ്പം ഒരു 3-4 വർഷം അവർ ജോലി ചെയ്താലും അവർക്ക് ജോലി കിട്ടിയാൽ തന്നെ, ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കാം. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യുവാക്കളെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 40% ആളുകൾ, പല റിപ്പോർട്ടുകളും നോക്കുന്ന സമയത്ത് 40% ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവർ പുറത്തേക്ക് പോകും. ഇവിടുത്തെ വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒട്ടും ഇവിടുത്തെ കുട്ടികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. അവർക്ക് ഇങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പം അതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേരളത്തിൽ തന്നെ പലരും മക്കളെ ചെറുപ്പം തൊട്ട് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിന്, എൻ്റെ എത്ര കസിൻസും ഫ്രണ്ട്സും ഉണ്ട് 10ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ടിട്ട് കോച്ചിങ് എടുക്കുന്നവര്. അത്രയും സ്ട്രഗിൾ ചെയ്ത് അവർ പഠിച്ച് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഡെഡ് ആവല്ലേ, ശരിക്കും പറഞ്ഞാൽ ഹോപ്പ്ലെസ് ആവാണ് മനുഷ്യന്മാർ. അത് 20ഓളം കുട്ടികളാണ് ആത്മഹത്യ. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത് കാണിക്കുന്നത്. അതങ്ങനെ ചുമ്മാ തള്ളിക്കളയേണ്ടല്ല. അപ്പൊ അതിനൊരു ഉത്തരം നൽകുന്നില്ല ഗവൺമെന്റ്. അപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ ഇതിൽ വലിയൊരു ബിസിനസ് ആയിട്ടുണ്ട് നീറ്റ് കോച്ചിങ് സിസ്റ്റം പോലെയാണ്. അതായത് കോച്ചിങ് സെന്ററുകളും അതേപോലെ കാര്യമായിട്ട് പ്രതികരിച്ചു കണ്ടു നമ്മള്? ഇല്ല. സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഇതിനു വേണ്ടി അങ്ങ് ജീവിതം മാറ്റിവെക്കാണ് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. അങ്ങനെ അവർ കാത്തിരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പരീക്ഷ നടക്കുമ്പോൾ അത് സുതാര്യമല്ല, അത് നീതിപൂർവ്വം നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക്. കേന്ദ്ര സർക്കാരിന് പറ്റിയ ഈ വിഷയത്തിൽ ഏറ്റവും പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ സാധാരണക്കാരായ ആളുകളുടെ വികാരത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി. ചിലപ്പം എന്റെ തന്നെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും പറയാം ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, എന്താണെന്ന് ആഗ്രഹം ചോദിക്കും, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഞാൻ 6ാം ക്ലാസ് വരെ ഇതേ പറഞ്ഞ പോലെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച എന്റെ അപ്പൂപ്പനൊക്കെ പറയുന്നത് എന്റെ കുട്ടി ഡോക്ടറാവും അങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ 7ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ തോട്ടൊന്ന് മാറി. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് അതിനുവേണ്ടി വർഷങ്ങളോളം പഠിക്കുന്നു. ഇപ്പൊ +2 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നീറ്റ് കോച്ചിങ്, എൻട്രൻസ് കോച്ചിങ് അതെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കാൻ കയറണം. അതിന് ഈ പറഞ്ഞ പോലെ വലിയൊരു തുക, ഈ പറഞ്ഞ ഒരുപാട് മാനസികമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ട് ഇവർക്ക്. ഈ പറഞ്ഞതുപോലെ ഒന്നിലും പങ്കെടുക്കാൻ പറ്റില്ല. ഫാമിലി ഫംഗ്ഷൻസ്, കല്യാണം, സിനിമ എല്ലാം ഇമോഷണലി അത് ആ ഒരൊറ്റ വിദ്യാർത്ഥി മാത്രമല്ല, ആ ഒരു കുടുംബം മൊത്തം ഇവർക്ക് വേണ്ടി മാത്രം. അതായത് ഈ ഒരു സക്സസ്, അവരെ നീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് അവരെ ആ കോഴ്സ് ഒന്ന് കഴിഞ്ഞ് അവരെ എൻട്രൻസ് കിട്ടുക, അത് അവരുടെ വലിയൊരു സ്വപ്നമാണ്. ഈ സ്വപ്നത്തിൽ ഒരുപാട് പേര് തളർന്നു പോകാറുണ്ട്, പകുതിക്ക് നിർത്തി പോകാറുണ്ട്. അതേം മീറി അവർ പോയി പഠിച്ച് എക്സാം എഴുതി കഴിയുമ്പോഴാണ്. ഞാൻ പറയുന്നത് എക്സാം തന്നെ ഒരു വലിയ കടമ. ഞാൻ സയൻസ് എടുത്ത ആളാണ്. ഞാൻ എക്സാം ഒരു എക്സ്പീരിയൻസിന് എഴുതിയെന്നുള്ളൂ, എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നിട്ടും എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നത് എന്താണ്?
പല രൂപത്തില് ലൈക്ക് എന്തൊക്കെ മാറ്റണം, നമ്മൾ കമ്മലില്ല, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോ സൂക്ഷിക്കണം, പല രൂപത്തിൽ ഇത്രയും എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര അത്രയും കടുംപിടുത്തത്തിലാണ്. തീർച്ചയായും അത് സുരക്ഷ വാങ്ങിച്ചാണെന്ന് അവർ പറയും. ഇപ്പൊ നമ്മൾ ഓർമ്മയുണ്ട് ഈ നീറ്റിന്റെ പുനഃപരീക്ഷ നടത്തിയപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ദൃശ്യമായിരിക്കും. 5 മിനിറ്റ് വൈകിപ്പോയതിന് ഒരു അച്ഛനും മകളും നിന്ന് ഗേറ്റ് പിടിച്ച് കരയുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രാലയം വിശദീകരിക്കുന്നത് സെക്യൂരിറ്റി ആണെന്നുള്ളതാണ്. അപ്പൊ എവിടെയായിരുന്നു പിന്നെ ഈ സെക്യൂരിറ്റി? പേപ്പർ ലീക്ക് എവിടെയായിരുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം. മറ്റൊരു വിഷയമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ജെൻസിനെ കുറിച്ച് പറയുമ്പോ അരാഷ്ട്രീയവാദം പറയുന്നവരാണ്, ഒന്നിനെ കുറിച്ചും ഒരു ബോധമില്ലാത്തവരാണ്, ഒന്നിനെ കുറിച്ചും ആധികാരികമായോ ആഴത്തിലോ ഒന്നും പറയാൻ അറിയില്ല, ഉപരിപ്ലവമായി മാത്രം കാര്യങ്ങൾ അറിയുന്നു, എപ്പോഴും ഫോണിലിരുന്ന് കളിക്കുന്നു, അല്ലെ? രാഷ്ട്രീയ നേതാക്കൾ പോലും പറയുന്ന പ്രസ്താവനകളാണ്. യുവജനങ്ങൾ എന്ന് പറയുന്നത് ഫോണിൽ കളിച്ച് മന്തി കഴിച്ച് അപ്പൊ ഇങ്ങനെ അപ്പോളിറ്റിക്കൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കരുതിയിരുന്ന ഒരു ജനറേഷൻ ഇന്ന് ജന്തർ മന്ദറിൽ വെച്ച് പൊളിറ്റിക്സ് പറയുകയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ വീഡിയോ? ഇപ്പൊ എത്രയോ മാധ്യമങ്ങൾ, ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ചെന്ന് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പറയൂ, CBSE ഫുൾ ഫോം എന്താണ്? മണി പോലെ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേരാണ്. അത് മാത്രമല്ല, എന്തിനീ രാജ്യത്ത് ഇങ്ങനെ ഒരു സമരം നടക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഇതൊക്കെ വ്യക്തമായി അറിയുന്നവരാണ്. വെറുതെ അങ്ങ് അവിടെ പോയി നിൽക്കുന്നവരെല്ലാം നമുക്ക് മനസ്സിലാവാണ്. ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ ഒരു ജനറേഷന്റെ ഒരു വ്യത്യാസം എന്ന് പറയും. നമ്മൾ ഈ വാട്സ്ആപ്പ് ജനറേഷൻ എന്ന് പറയും, ഫേസ്ബുക്ക് ജനറേഷൻ എന്ന് പറയും, ഇൻസ്റ്റഗ്രാം ജനറേഷൻ എന്ന് പറയും. ഒരുപാട് ആളുകൾ അവഗണിച്ച, തള്ളിപ്പറഞ്ഞ അങ്ങനെ ഒരു ഏറ്റവും പുതിയൊരു ജനറേഷൻ അവര് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണ്. ഏത് ഈ വാട്സ്ആപ്പ് ജനറേഷനും ഫേസ്ബുക്ക് ജനറേഷനും കഴിയാത്തൊരു കാര്യം. ഒരു കാലത്ത് ചർച്ചയുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്കിലാണ് ആഴത്തിൽ പൊളിറ്റിക്സ് പറയുന്നത്, ഇൻസ്റ്റഗ്രാമിൽ അതില്ല. ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആഘോഷം, ഈ പുറം മോടി കാഴ്ചകൾ, കുട്ടികളുടെ ഒരു ബഹളം, കലപില, ഇതാണ്. പക്ഷെ ഇന്ന് ആ ഇൻസ്റ്റഗ്രാം രാഷ്ട്രീയം സംസാരിക്കുന്നു, അല്ലെ? എന്ത് രസമായിട്ട്. അതെങ്ങനെയാണ് ഈ ജനറേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും പൊളിറ്റിക്കൽ ആയത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് അവർക്ക് നടത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? എന്ത് മനോഹരമായിട്ടല്ലേ അവർ സമരം തന്നെ ചെയ്തത്. ലൈക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിനോടും ഒരു പേടിയോ, ഒന്നിനോടും ഒരു ലൈക്ക് ഒന്നിനോട് പേടിയില്ലാത്ത ജനറേഷൻ. ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ എം ഫ്രം ദാറ്റ് ജനറേഷൻ. പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു മീഡിയ ഫെസ്റ്റ് എൻ്റെ കോളേജിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ 2022 സ്റ്റൻസാമി വരച്ച സംഭവത്തോട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. എൻ്റെ കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും ആ കാർട്ടൂൺ ഞാൻ വരച്ച എല്ലാ അത്രയും 2-3 ദിവസം കഷ്ടപ്പെട്ട് ഇരുന്ന് വരച്ച ഓൾമോസ്റ്റ് എല്ലാ ഫ്ലെക്സും കാർട്ടൂണും എല്ലാം കോളേജിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. അന്ന് എന്റെ കൂടെ നിന്നതാ, എന്റെ ജനറേഷൻ തന്നെ എന്റെ കൂടെ നിന്ന് നട്ടലുള്ള സ്പൈനുള്ളതെന്ന് പറയും 2-3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ചാല് അന്ന് ഇപ്പൊ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വിളിച്ച എന്താണ് പാറ്റകൾ എന്നല്ലേ, അന്ന് എന്റെ HOD വിളിച്ചെന്താ പുഴുക്കൾ എന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പ്രാണികൾ പുഴുക്കൾ എന്നുള്ള വിവാദം കേട്ടതോടി എന്റെ സുഹൃത്തുക്കൾ നമുക്കൊരു കാര്യം ചെയ്യാം, മീഡിയ ഫെസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ടിട്ട് പോവാന്ന്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ടിട്ട് ബ്ലാക്ക് വൈറസ് എന്നൊരു പ്ലക്കാർഡ് പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കോളേജിന്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിന്നു. HODക്ക് പേടിയായിട്ട് അവര് പേടിക്കുകയാണ്. ഞാനൊരു ഓറഞ്ച് കളർ, മോദിയുടെ കോട്ടിന് ഓറഞ്ച് കളർ ഞാൻ പെയിന്റ് ചെയ്തപ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യ. ബട്ട് ഞാൻ പേടിക്കുന്നില്ല. ഞാൻ ആ സ്റ്റൻസ്വാമിക്ക് വേണ്ടി സംസാരിച്ചതും ഞാൻ ഇവിടുത്തെ ഡെമോക്രസി നശിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ കാർട്ടൂൺസും ഞാൻ എഴുതിയ സ്ലോഗൻസും എത്ര വലിയ പൊളിറ്റിക്കൽ ആയിരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് ഈ ജനറേഷന്റെ പ്രത്യേകത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ പ്രൗഡാണ് ഞാൻ അങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അപ്പൊ അത്രയും പേടിയില്ലാത്ത വളരെ വളരെ മനോഹരമായിട്ട് സമരം ചെയ്ത് ഇങ്ങനെ പൂക്കളൊക്കെ കൊടുത്തിട്ടാണ്. പണ്ട് എങ്ങനെയാണ്, പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടും എന്താണ് ടയർ കത്തിച്ചിട്ടും അതുപോലെ ബസ് കത്തിച്ചിട്ടും സമരം ചെയ്ത ഒരു വിഭാഗം, ഒരു വാട്സ്ആപ്പ് ജനറേഷൻ, ഫേസ്ബുക്ക് ജനറേഷന് പൂക്കൾ കൊടുത്തിട്ട് ഒന്നിനോടും ഒരു ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ് സമരം ചെയ്തു കഴിഞ്ഞ് രാത്രി അവിടുത്തെ മാലിന്യങ്ങൾ പെറുക്കിയിട്ടാണ് അവര് അപ്പുറത്തോട്ട് മാറി കിടക്കുന്നത്. നമ്മൾ ലോകകപ്പിൽ കാണാനുണ്ടല്ലോ, ജപ്പാൻ കളി കഴിഞ്ഞാൽ ഇത് ഞാൻ ഫർസ പറയുന്നതിനോട് ആഡ് ചെയ്യാൻ ചെയ്ത് 2 ജനറേഷന്റെ വ്യത്യാസം എന്തായാലും ഉണ്ട്. മാത്രമല്ല നമ്മൾ പൊളിറ്റിക്കലായ ജനറേഷൻ എന്ന് പറയില്ല, പക്ഷെ അവരുടെ ലാംഗ്വേജ് വേറെയാണ് എന്നുള്ളതാണ് അതിലെ പോയിന്റ്. അതായത് ഇപ്പൊ ഈ ജെൻസി സമരം തന്നെ എടുത്താല് അവരുടെ ഇപ്പൊ ഫർസ പറഞ്ഞ പോലെ അവരുടെ പ്രൊട്ടസ്റ്റ് ലാംഗ്വേജ് വേറെയാണ്. അവര് മുദ്രാവാക്യം മീൻസ് പേടിക്കുന്നില്ല. വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ജനറേഷൻ ഒരു സമയം ഇങ്ങനെ അവർക്ക് നമ്നെസ് വരും.
ഒരു പേടി തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഒരു ജെൻസി ജനറേഷനിൽ നംനെസ് ഇല്ല, അവർക്ക് പേടിയില്ല. അങ്ങനെ പേടിയില്ലാതായി. ഇപ്പൊ മിലേനിയൽസിനെ പലരും ഇപ്പം ജെൻസി വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്, അവർക്ക് ധൈര്യം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ മിലേനിയൽസിനെ അങ്ങനെ അങ്ങ് കുറച്ച് കാണുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന. കാരണം നമ്മൾ ഉമർ ഖാലിദിന്റെ വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇതിന് മുൻപ് നടന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരൊക്കെ പ്രതികരിച്ചോ അവർ UAPA ചുമത്തപ്പെടുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ പലതരത്തിലുള്ള ഭരണകൂടമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവര് തീർച്ചയായിട്ടും ആളുകൾ ഭയപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഈ സമരം കഴിഞ്ഞാല് കേസുകൾ ഇനിയും കൂടും, ആരെങ്കിലും ഒക്കെ അകത്തു പോകും. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞ ഉമർ ഖാലിദിന്റെ വിഷയം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തൊക്കെ വിദ്യാർത്ഥികൾ കൂട്ടം കൂടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ നമുക്കറിയാം, നീളത്തിലുള്ള കുറിപ്പുകൾ എഴുതിയിടും. അതിന് പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ രംഗത്ത് വരും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് തെരുവിലേക്ക് അങ്ങ് വർഷ പറഞ്ഞതുപോലെ കൂട്ടമായി അങ്ങ് ഇറങ്ങാം. അതിൽ കൂടെ ചേരുന്നവരുടെ എണ്ണമൊക്കെ നമ്മൾ നോക്കണം. അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സ്പിരിറ്റ് ഉണ്ട് അവരുടെ, നമ്മുടെ ഈ ജനറേഷന്റെ സ്പിരിറ്റ് വേറെയാണ്. മാത്രമല്ല അവരുടെ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വേറെയാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ ഒന്നുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ സമരത്തിന്റെ ഇടയിൽ തന്നെ റീലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീലുകളോ, അതായത് ഈ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലുകൾ ഭയങ്കര പൊളിറ്റിക്കൽ റീലുകളോ ഒന്നുമല്ല. ബട്ട് വളരെ സിമ്പിളായി കാര്യം പറഞ്ഞ് വളരെ രസകരമായി അവരുടെ ഫോം ഓഫ് എക്സ്പ്രഷനിലൂടെ പറഞ്ഞു പോകുന്ന കുറച്ച് റീലുകൾ. ഇപ്പൊ ഏറ്റവും വിമർശനം വന്ന റീലുകളാണ് ഗ്രോം റീലുകൾ. അതായത് സമരത്തിലേക്ക് പോകുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ റീലുകളൊക്കെ ഭയങ്കര വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇവരെ വിമർശിക്കുന്നവരാണ് ശരിക്കും ഏറ്റവും വലിയ മണ്ടന്മാര്. ഇവരെ ഈ ജനറേഷനെ വിമർശിക്കുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. കാരണം അവരാണ് മുന്നോട്ട് പോകാത്തവർ. 2026 ഏത് രീതി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് റിയലൈസേഷൻ ആണ് വേണ്ടത്, അത് പൊളിറ്റിക്കൽ ആവട്ടെ എന്ത് ടൈപ്പ് ഓഫ് ആവട്ടെ, അതെന്താണെന്ന് കൃത്യമായി അവർക്ക് അറിയാം. പണ്ട് പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ കവല ചർച്ചകളിലൂടെയും ഒക്കെ ആയിരിക്കും ആൾക്കാർ സമരത്തെ സമീപിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇന്ന് അത് റീൽസിലൂടെ, ഇന്ന് ഒരു ട്രെൻഡിങ് ഓഡിയോയിലൂടെ നമ്മളത് ഗെറ്റ് റെഡി വിത്ത് മീ, വാട്ട്സ് ആൻഡ് മൈ പ്രൊട്ടസ്റ്റ് ബാഗ്, മെഹറും റന ഫാത്തിമ ഇതൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് വാട്സ്ആപ്പ് ജനറേഷനിലുള്ള, ഞാൻ കൃത്യമായി വാട്സ്ആപ്പ് ജനറേഷനിലുള്ള പല ഇൻഫ്ലുവൻസർമാരും അവരെ ഭയങ്കരമായി വിമർശിച്ചു. ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവർ അറ്റ്ലീസ്റ്റ് അവർ പോകുന്നുണ്ട്, അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. മാത്രമല്ല ഈ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനോട് റോഷിനി ആരൊക്കെയാണ് പ്രൊട്ടസ്റ്റിന് എത്തുന്നത്? നമ്മൾ എപ്പോഴും പറയും ബൈനറി ആയിട്ടുള്ള മറ്റ് ലിംഗ വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കും. അവരടക്കമുള്ള, അതായത് ഒരു കാലത്ത് ഒരു പ്രൊട്ടസ്റ്റിന് ഭാഗമാവാത്ത, സോഷ്യലി ഒരു കാര്യത്തിലും ഇടപെടാതിരുന്ന ആൾക്കാർ ഇന്നത്തെ ജനറേഷനിലെ ഈ ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റുകളിലേക്ക് എല്ലാം ഒത്തുകൂടുന്നുണ്ട്. വേറൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ കൂടിയാണ് ഈ പ്രൊട്ടസ്റ്റുകളിലൂടെ വരുന്നത് എന്നതും കൂടിയാണ്. ഒരു ഇൻക്ലൂസീവ്നെസ് ഈ ടൈപ്പ് ഓഫ് ജനറേഷൻ കൊണ്ടുവരുന്നുണ്ട്. എന്നുവെച്ചാല് മൊത്തത്തിൽ ഇപ്പൊ ജെൻസി അത്രയും ഇൻക്ലൂസിവിറ്റി അവിടെ കൊണ്ടുവരുന്നുണ്ട്. ജെൻസി പല രൂപത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇവരെ കളിയാക്കാണ്, ഓ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇതാണോ പ്രൊട്ടസ്റ്റ്? അംഗീകരിക്കാൻ പറ്റുന്നില്ല വാട്സ്ആപ്പ് ജനറേഷന്. ആൻഡ് ദിസ് ഈസ് എ വേ ഓഫ് പ്രൊട്ടസ്റ്റ്. അതായത് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്ന ആ വീഡിയോസിനെ വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാല് ഈ ജനറേഷൻ പണ്ടത്തെ സമരങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചുവരെഴുത്തുകൾ അല്ലെങ്കിൽ അടിപിടി അതിന് മാറിയിട്ട് അവനവന്റെ സ്കിന്നൊക്കെ കെയർ ചെയ്ത് സൺസ്ക്രീൻ ഒക്കെ തേച്ച് വെയിലത്തേക്കാണ് CJP ആഹ്വാനം ചെയ്യുന്ന സമയത്ത്, അതായത് പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുന്ന പറയുമ്പോൾ അവരുടെ ഒരു റൂൾ ബുക്കിൽ കൊടുത്തിരുന്നത് സൺസ്ക്രീൻ ധരിക്കണം, ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് സൺസ്ക്രീൻ ഇടുന്നത് എന്തിനാണ്? വെയിലത്ത് കിടന്ന് പോരാടാനാണ്. എന്തിനാണ് ട്രെൻഡിങ് ഓടിയോടുന്നത്? മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക് അത് റീച്ച് ചെയ്യാനാണ്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രസംഗത്തിനെക്കാട്ടും എന്തുകൊണ്ടും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാവും ഒരൊറ്റ റീല്, അതും ഒരൊറ്റ ഗെറ്റ് റെഡി വിത്ത് മീ മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക്. പ്രസംഗത്തിനേക്കാളും ബെറ്റർ റാപ്പ് സോങ്ങിന് ഉണ്ടാവും. അതല്ല ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന സമര രീതികൾ മാറിയിട്ടുണ്ട്. അത് ഈ കാലത്തിന്റെ അതേ സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ഫർസ പറഞ്ഞതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോ ഓക്കെ ഇതാണോ നിങ്ങളുടെ കണ്ടന്റ്, അപ്പോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കല്ലേ എന്ന് ചോദിക്കുന്നത് മണ്ടത്തരമല്ലേ? കാരണം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോ അവിടെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കണം, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ എസ്തെറ്റിക്സ്, ഇതൊക്കെ നോക്കിയിട്ട് യുവജന ഇതൊരു സർക്കാസം കൂടിയാണ് ചിന്തിക്കുക. ആക്ഷേപഹാസ്യത്തിലൂടെയും പലരും എന്തൊക്കെ രസകരമായിട്ടുള്ള സ്ലോഗൻസ്. ഞാൻ പറയട്ടെ, ഇപ്പൊ കോണ്ടം IPL പോലും കമ്പനികൾ പോലും ഇതിനനുസരിച്ച് പണ്ടും ഉണ്ടായിരുന്നു. സെറ്ററിക്കലായിട്ട് ഈ പല രീതികളും നമ്മൾ ഇവിടെ നിലവിലുള്ളതാണ്. പക്ഷെ ഒരു ഏറ്റവും
ഏറ്റവും പുതിയ ഒരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കി അതിനനുസരിച്ചിട്ടാണ് ഇവിടെ മാർക്കറ്റിൽ പോലും Exactly. സാധനങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നത്. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. മാർക്കറ്റിലെ ഇത് പലതും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കൂടിയാണ് കേട്ടോ. അതായത് ബ്രാൻഡുകൾ തന്നെ, അതിപ്പോ പലരും അങ്ങനെ കരുതുന്നുണ്ട്, ബ്രാൻഡുകൾ തന്നെയാണ് അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത്. പക്ഷെ അല്ല, പലതും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ Yes, ക്രിയേറ്റ് yes, ചെയ്യപ്പെടുന്നത് yes, കൂടിയുണ്ട്. exactly. ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഫുഡ് പാക്കറ്റ്സ് വരുന്ന നമ്മൾ കണ്ടിരുന്നല്ലോ. അതെ. ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് പോലും അയക്കുന്നുണ്ട് 2000-3000 രൂപയുടെ. ഒരുപാട് ഫുഡ് പാക്കറ്റ്സ് അങ്ങോട്ടേക്ക് പോകുന്ന അവസാനം അവർക്ക് തന്നെ പറയേണ്ടി വരുന്നു ഇവിടെ ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ട്. നിങ്ങൾ അത് അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ഈ ജന്തർ മന്ദറിലെ യുവാക്കൾക്ക് എത്തിപ്പെടാൻ മാത്രമല്ല, പറ്റാത്തവർക്ക്. ഫ്രം ഹോൾ ഇന്ത്യ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവർക്ക്. അത് ഭക്ഷണമായിട്ടാണെങ്കിലും ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, പ്രോട്ടീൻ പൗഡർ അവിടെ വിതരണം ചെയ്യുന്ന, പ്രോട്ടീൻ പൗഡർ ഷേക്ക് ആക്കി കൊടുക്കുകയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക്. നിങ്ങൾ എനർജിയോട് കൂടി സമരം ദിവസേന ചെയ്യുമെന്ന് ജിമ്മിൽ പറഞ്ഞു. പോയി ആരോഗ്യം നോക്കിയിരുന്നവരാണ്. അതെ. അതെ. അവർക്ക് അതേപോലെ തന്നെ ഈ കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ജെൻസി പൊളിറ്റിക്കൽ ആണെന്നുള്ള വലിയൊരു ഒരു ടോപ്പിക്ക് നമ്മൾ എനിക്ക് കുറെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അതിനെ എതിർത്തിരുന്ന ഒരാളാണ്. ജെൻസി എങ്ങനെയാണോ പൊളിറ്റിക്കൽ ആവുന്നത്? ബിക്കോസ് ഒരു ജനറേഷന്റെ രാഷ്ട്രീയ ശൈലി വ്യത്യാസമായിരിക്കും. ഓരോ ജനറേഷന്റെയും രാഷ്ട്രീയ ശൈലികൾ വ്യത്യാസങ്ങളാണ്. ആദ്യം എന്താണ് അഹിംസ ഫോളോ ചെയ്ത ആളുകളുണ്ട്, അക്രമം ഫോളോ ചെയ്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ആക്രമാസക്തമായിട്ടും പല രീതിയിൽ രാഷ്ട്രീയ ശൈലികൾ വ്യത്യാസമുണ്ട്. ജെൻസി എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആണെന്ന് പറയാൻ പറ്റുക? നിറത്തെ പറ്റി ആദ്യമായി സംസാരിക്കുന്നത് എന്താണ്, കറുത്ത നിറത്തിലുള്ളവരും വെളുത്ത നിറത്തിലുള്ളവരും ഇരുനിറത്തിലുള്ള മനുഷ്യരും എല്ലാവർക്കും അവരുടേതായ ബ്യൂട്ടി. ഏറ്റവും കൂടുതൽ ബ്രൗൺ സ്കിന്നെയും ഡാർക്ക് സ്കിന്നെയും ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലും ഒരു സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നത് ജെൻസിയാണ്. ജാതീയപരമായിട്ടുള്ള അവഗണനകൾ, അതായത് നമ്മൾ തമാശ രൂപേണ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രൈവറ്റ് സർക്കിളുകളിൽ നമ്മൾ സാമ്പത്തികം, അതേപോലെ തന്നെ ശരീരം എങ്ങനെയാണ്, നീ തടിച്ചിട്ടല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമാശയായിട്ട് കൊണ്ടുവരേണ്ടതല്ല എന്ന് പറഞ്ഞത് ഈ ജെൻസിയാണ്. ഇതെല്ലാം കൃത്യമായ രാഷ്ട്രീയം. മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയ ജനറേഷൻ അതെ. ജെൻസിയാണ്. വട്ട് ഭ്രാന്ത് എന്നൊക്കെയായിരുന്നു. മെന്റൽ ഹെൽത്തിൽ എന്തെങ്കിലും പല ചെറിയ പ്രശ്നങ്ങൾ ഒരു നടി വളരെ പബ്ലിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അത് പണ്ടൊക്കെ ഡിപ്രഷൻ, ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾക്ക് അത് വട്ടായിരുന്നു. വട്ടായിരുന്നു. അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ജെൻസിയാണ്. അപ്പൊ ജെൻസി എന്ന് പറയുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ എല്ലാ കാലത്തും അവർക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ടു സമ്മറൈസ് ദിസ്, അതായത് ഇന്ത്യയില് ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, വൃത്തികെട്ട കാഴ്ചപ്പാടുകളുടെ ഒരു അകമ്പടിയില്ലാതെ നടക്കുന്ന ഒരേ ഒരു സമരം ജെൻസി സമരമാണ്. അപ്പൊ അഭിനന്ദിച്ചേ നമ്മൾ പറ്റും. റോഷിനി അത് നോക്കണം. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് ഈ ഫേസ്ബുക്ക് മെറ്റ എന്ന് പറയുന്നത് ഹൈലി ഈ പറയുന്നതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന രണ്ടാണ്. നമുക്ക് പരസ്യമായ രഹസ്യമാണ്. ഇത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇവർ അധികം ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വർഗീയത ഇവിടെ വർക്കൗട്ട് ആകുന്നില്ല. ഈ ജെൻസി കുട്ടികളുടെ അടുത്ത് വർഗീയത വർക്കൗട്ട് ആക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ജാതിയോ മതമോ പറയാൻ പറ്റുന്നില്ല, റിലീജിയൻ പറയാൻ പറ്റുന്നില്ല. ഭാഷയുടെ പേരിൽ ഒന്നും ഇവർക്ക് അങ്ങോട്ട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇവരുടെ കയ്യിലുള്ള ടൂളുകൾ ഒന്നും വർക്കാവില്ല എന്ന് കാണുമ്പോ ഇപ്പൊ ഇന്റർനെറ്റ് നിരോധനം, അതിലങ്ങ് ജെൻസി കെട്ടടങ്ങുന്ന ഇവർ കരുതുകയാണ്. ഏത് ആലോചിച്ച് നോക്കണം. ജെൻസിയെ കുറിച്ച് ഒരു ചുക്കും അവർക്ക് അറിയില്ല എന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടുക. അവരെന്താ ചെയ്യുന്ന, ബ്ലൂടൂത്ത് വഴിയുള്ള ആപ്പുകൾ ഉണ്ട് ഇവിടെ പരസ്പര സന്ദേശങ്ങൾ അയക്കാൻ. അപ്പൊ അത് മനസ്സിലാക്കി. എന്നാൽ അതിനെതിരെ നോക്കണേ, ഈ നീറ്റ് വിഷയം വന്നിട്ട് ടെലഗ്രാമിന് കൂട്ടിട്ടത്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളെ മുഴുവൻ ഇവരിപ്പോ നോക്കി വെക്കുകയാണ്. ഇവർക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണമെന്ന്. ഇനി നോക്കിക്കോളൂ, ഇവരുടെ അടുത്തത് വരാൻ പോകുന്ന ഇൻസ്റ്റഗ്രാമിനായിരിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മെറ്റയ്ക്ക് ബിസിനസ് നടക്കുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ആ ഇൻസ്റ്റഗ്രാമിനെ ഇനി ഇവർ നോക്കി വെക്കും. എങ്കിൽ പറഞ്ഞതുപോലെ കേസുകളും ഇതെല്ലാം ഇവരിത് പഠിക്കും, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഇപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അവരുടെ ഇപ്പൊ ഫ്ലാഗ് ചെയ്യാൻ പറ്റും പലതിനെയും. അതേപോലെ തന്നെ ഷാഡോ ബാൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒറ്റ ഒരു ഇതിൽ അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ എന്താണ് അക്കൗണ്ട് ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പോഴും പറ്റും. പക്ഷെ ഏറ്റവും രസകരം, ഏറ്റവും എനിക്ക് ത്രില്ലടിപ്പിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം അപ്പുറമായിട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് അവിടെ ഡൽഹിയിൽ എന്താ സംഭവിക്കുന്നു, ജന്തർ മന്ദറിൽ എന്താ സംഭവിക്കുന്നു, അവിടുത്തെ അവർക്ക് എങ്ങനെ നമുക്ക് അവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ആ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം, അതായത് ഈ പറയുന്ന മെറ്റയെ പോലും ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ പ്ലാനുകളും തകർത്തടിക്കുന്ന രീതിയിൽ
അവർ ഈ അതായത് റീച്ചിലേക്ക് എത്തുന്നതും ട്രെൻഡായി മാറുന്നതും ഒക്കെ ഇപ്പൊ CJP പാറ്റകൾ സംസാരിക്കുന്നത് Yes. നിരവധി വീഡിയോകൾ, റീലുകൾ, yes. ചറപറ വീഡിയോകൾ, അല്ലെങ്കിൽ ഇപ്പോ കോൺഗ്രസ് നൽകുന്ന പിന്തുണ, രാഹുൽ ഗാന്ധിയുടെ വീഡിയോ, സോനം വാങ്ചുക്കിന്റെ വീഡിയോ, ആരാണ് സോനം വാങ്ചുക്, ഇദ്ദേഹത്തിന്റെ മുൻകാല സമരങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡാറ്റ, ഇത് ചറപറ എന്ന് പറഞ്ഞ ആളുകളുടെ, യുവാക്കളുടെ ഒരു ജനറേഷൻ വാട്സ്ആപ്പ് ജനറേഷൻ ടയറും ബസ്സും കത്തിച്ചപ്പോ ജെൻസി ജനറേഷൻ ആൽഗോരിതമാണ് കത്തിക്കുന്നത്. അത് നല്ല രസമായിട്ട് അത് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇത് ഇതിങ്ങനെ മുന്നോട്ട് തകർക്കാൻ പോയി വേണ്ടിയിട്ട് ആദ്യം മൊത്തത്തിൽ അവഗണനയാണ്. പക്ഷെ അവസാനം ഈ കുഞ്ഞ് ഒരു ചെറിയൊരു സ്ഥലം ജന്തർ മന്ദറിൽ ഒരു കുറച്ചൊരു ആൾക്കാർ ചേർന്ന് നടത്തിയൊരു പ്രൊട്ടസ്റ്റ് ഇന്ന് ഒരു രാഷ്ട്രീയവും ഇല്ലാന്ന് നമ്മൾ പറയുന്ന എല്ലാ യുവാക്കളും, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് മുതൽ അനിയത്തിമാര് മുതൽ അവരെല്ലാം പറയും എന്ത് CJP സംഭവം, എന്താ CJP എല്ലായിടത്തും CJP ആണ്. അത് ഈ ആൾക്കാർക്ക് ജനറേഷൻ മനസ്സിലായി എന്നുള്ളത് മാത്രമല്ല. അപ്പൊ ആദ്യം ഇവരെന്താ ചെയ്തത്, ടെലഗ്രാം, ടെലഗ്രാം കൂടെയാണ് ഇത് ചോർന്നത്, എന്നാ പിന്നെ ടെലഗ്രാം അങ്ങ് നിരോധിച്ചേക്കാം. ഇനി അടുത്തത് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാം ആണ് പ്രശ്നം. ഇവറ്റകൾ മൊത്തം ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ ബാൻ ചെയ്യാതിരിക്കാം, മേ ബി. ഇതാണ് അവരുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രീതി. അതായത് യഥാർത്ഥ പ്രശ്നം എന്താണോ അതിലേക്ക് പോകാനോ, അല്ലെങ്കിൽ അവരായിട്ട് ചർച്ച നടത്താൻ തന്നെ ഇപ്പൊ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യം എല്ലാം, ഇടതുപക്ഷ പാർട്ടികളെ എല്ലാവരും അവർക്ക് പിന്തുണയായിട്ട് അങ്ങോട്ട് പോകുന്നു, സമാന്തരമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. വേറെ വഴി ഇല്ല എന്ന് വന്നപ്പോഴാണ് ഇപ്പൊ കർഷക സമരത്തിൽ കണ്ടതുപോലെ തന്നെ പ്രതികരിക്കേണ്ടി വന്നത്. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ യുവാക്കളെ മാത്രമല്ല സ്വാധീനിക്കുന്ന കേട്ടോ, മുൻപുള്ള തലമുറകളെ കൂടിയാണ്. ഇപ്പോ ഫേസ്ബുക്കിൽ ചില അച്ഛനമ്മമാരിടുന്ന പോസ്റ്റുകളുണ്ട്, എന്റെ മകൻ ഡൽഹിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു, എനിക്ക് സന്തോഷം വന്നു, പൊക്കോ മോനെ, പൈസ കയ്യിൽ കൊടുത്ത് പറഞ്ഞയച്ചു എന്ന് പറയുന്ന അച്ഛനമ്മമാര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൾ അച്ഛനെയും അമ്മേനെയും വിളിച്ച് ഞാനിവിടെ സമരപ്പന്തലിലാണ്, സമരം ചെയ്യാൻ പോവാണെന്ന് പറയുന്ന റീലുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് ജനറേഷനോളം ഇതിങ്ങനെ നല്ല രസകരമായിട്ട് കൈമാറ്റം ചെയ്തു പോകുന്നുണ്ട്. യൂത്ത് ഇറങ്ങി, ജെൻസികൾ ഇറങ്ങി, അതുകൊണ്ടാണ് ഇത്രയും ഇമ്പാക്ട് ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് നനഞ്ഞു പോയനെ, നീറ്റ് പേപ്പറിലേക്ക് അയോധ്യയൊക്കെ പോലെ ഇങ്ങനെ നനഞ്ഞു പോയനെ, എവിടെയും കുറച്ചിങ്ങനെ കോളത്തിൽ വരും. യൂത്ത് മാത്രമല്ല പ്രൊട്ടസ്റ്റിൽ ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ജെൻസി എന്ന് പറയുന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമല്ല, ചെറിയ അതിലും +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. അത് കൂടാതെ ഈ കുറച്ചുകൂടെ മുതിർന്ന പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അവിടെ നിന്ന് സമരം ചെയ്യുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ട് വന്നു സമരം ചെയ്യുന്നുണ്ട്. എന്റെ ഗേൾ ഫ്രണ്ട് എഴുതിയ എക്സാം ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കിട്ടുന്ന സപ്പോർട്ടുകള് കുറെ ആക്ടേഴ്സ് നിർബന്ധിതരായി എന്തേലൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കുക എന്നുള്ളൊരു രീതിയിലായിപ്പോയി. പിന്നെ പറഞ്ഞത് മാറ്റി പറയുന്ന ടീംസ് ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇപ്പം ജാൻമണി നമ്മള് വളരെ ഫണ്ണി ആയിട്ട് നമ്മൾ എടുക്കുന്ന, ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര റിലാക്സിംഗ് ആണ് ആളുടെ കണ്ടന്റ് കാണുന്നത്. ആളവിടെ പോകുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആക്ട്രസ്, രഞ്ജിനി ഹരിദാസ്, ആക്ച്വലി ദേ ആർ ദി ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ. അങ്ങനെ എത്ര പലരും ട്രോള് ചെയ്ത് വിട്ട പല ആളുകളും ട്രോളാക്കി അവരൊക്കെയാണ് അവിടെ ഉള്ളത്. ജാൻമണിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ജെൻഡറിന്റെ പേരിലൊക്കെ ഒരുപാട്, അതേപോലെ തന്നെ അവരുടെ സെക്ഷുവാലിറ്റിയുടെ പേരിലൊക്കെ ഒരുപാട് ഇത് ചെയ്യപ്പെട്ടിരുന്നു. അപ്പം അവർ ഈ ജെൻസി സമൂഹത്തിന്റെ കൂടെ ഇവർ ചേരുന്നു, അല്ലെങ്കിൽ ജെൻസി അവരെ കാണുന്ന കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ്, അവർക്ക് അവരുടെ സെക്ഷുവാലിറ്റി കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയി കാണുന്ന. കേരളത്തിൽ തന്നെ ഏതൊരു വിഷയത്തിലും, ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു സമരം നടക്കുമ്പോൾ നോക്കൂ, അതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. അവർക്ക് സമരത്തിലോട്ട് ഇറങ്ങാനും പറയാനും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാനും ഒരു ഭയവും. കാരണം അവർ അത്രയും അനീതി നേരിട്ടത്, അവർക്ക് അറിയാം അതിന്റെ വ്യാപ്തി എന്താണെന്ന്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു ചർച്ച, അതിനെ കുറിച്ച് പറയാൻ നമ്മൾ പോകാൻ പാടില്ല, അത് ജെൻസി എന്ന വിഷയത്തിലല്ല, പക്ഷെ അതിന് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പേളി മാണി ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇടുകയാണ്, രണ്ട് തോണിയിൽ കാലിടുന്നു എന്നതിനപ്പുറത്ത് ഒറ്റ കൊടുക്കുകയാണ് അല്ലെ. അതായത് വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്നാണോ അവര് പറയുന്നത്? അല്ല. എന്നാൽ എന്താണ് അവർ പോസ്റ്റിൽ പറയുന്നത്? സഫ്രോൺ നിറത്തിലുള്ള ഒരു ബീജ് സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് വരികൾ എഴുതി വെച്ച് പിന്നെ ലാസ്റ്റ് അതിന് വിശദീകരണവും തരുന്നു, എന്റെ നിറം സഫ്രോൺ ആണെന്ന്. അതിൽ അവരെന്താ പിന്നെ നരേന്ദ്രമോദിയുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. പേളിമാണിയുടെ ഒക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ നമുക്ക് രണ്ടിടത്തും നിൽക്കുന്നതിനേക്കാളും ഭേദം ഞാൻ പറയുന്നത് ഇരിക്കുന്നതായിരുന്നു. അതാണ് രണ്ടു തരത്തില്. അപ്പൊ നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്ക്, സെലിബ്രിറ്റികളായ ആളുകൾക്ക് ഒരു നിലപാട് പറയണമെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെങ്കിൽ അവർ പേടിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം പൃഥ്വിരാജ്, അല്ലെങ്കിൽ ദീപിക പദുക്കോണ്, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഒരു നിലപാട് പറഞ്ഞാൽ ആക്രമണം. അല്ല, ഇപ്പൊ പേളിമാണി തന്നെ റെയ്ഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അവരുടെ വരുമാനമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള ബന്ധം. അപ്പൊ ഈ ഒരു നിലപാട് പറയുമ്പോൾ രാഷ്ട്രീയ വിഷയത്തിലാണെങ്കിൽ അത് ഭരണകൂടം വേട്ടയാടുന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അതൊക്കെ വലിയ ഘടകങ്ങളായിരിക്കാം. പക്ഷെ ഇനി പറയാനെങ്ങ തീരുമാനിച്ചാൽ
പേള് പറയുന്നത് പോലെ പറയരുത്. നിങ്ങൾക്കൊരു നിലപാടുണ്ട്, ആ നിലപാട് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. അപ്പൊ സമരങ്ങളുടെ രീതി മാറുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. ഇപ്പൊ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സമരങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും മസ്കുലിൻ ആയിട്ടുള്ള ചില പ്രതീകങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരിക, അല്ലെ? ചിത്രങ്ങള് അല്ലെങ്കിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ മുൻ ജനറേഷനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ അവര് തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോ ഒക്കെ മുണ്ടു മടക്കി കുത്തി, മുഷ്ടി ചുരുട്ടി, താടി വെച്ച ചേട്ടന്മാര്, അല്ലെ, അച്ഛന്മാര്, ഇവരായിരിക്കും സമരത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന. സ്ത്രീകളില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും അതിൽ മെജോറിറ്റി നമുക്കറിയാം അത് പുരുഷന്മാരായിരിക്കും. ഒരു പുരുഷാരം എന്നാണ് നമ്മൾ പറയാ. അതുപോലും ഇപ്പൊ നമ്മുടെ ആ മുംബൈക്കാരുടെ പേരെന്താണ്, ആ പോലീസ് വാഹനത്തെ ഒറ്റ കൈ കൊണ്ട് തടുത്തു നിർത്തി, റിയ ആഹിർ. അപ്പൊ ഞാൻ പറയുന്നത് അത്തരം ഒരു സമര രീതികളിൽ നിന്ന് ഇന്ന് മാറി നമ്മൾ മുംബൈയിൽ കാണുന്നതല്ലേ പോലീസ് വാഹനത്തിനെ ഒറ്റ കൈ കൊണ്ട് തടുത്തു നിർത്തുന്ന റിയ ആഹിറിനെ പോലുള്ള പെൺകുട്ടികളാണ് ഈ സമരത്തിന്റെ പ്രതീകം. പോലീസ് അടിക്കാൻ വരുന്ന സമയത്ത് പുരുഷന്മാരെ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടത്തെ തടയുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ആ ഒരു പേടിക്കാതെ സ്വാതന്ത്ര്യത്തോടെ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ജെൻഡർ വ്യത്യാസമില്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഞാൻ കണ്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണല്ലോ CJP-നെ പറ്റി കൂടുതലായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് കണ്ടൊരു റീൽ ഏതായിരുന്നു എന്നറിയോ? ബീഹാറിന്നോ എങ്ങനെയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പോലീസിന്റെ ബാരിക്കേഡ് ഉണ്ടല്ലോ, പോലീസ് ഇവരെ കൺട്രോൾ ചെയ്യാൻ വെച്ച ബാരിക്കേഡ് എടുത്ത് അവർ ഓടുക. പിന്നെ അതുപോലെ ഈ വാട്ടർ ജലപീരങ്കി വരുന്ന സമയത്ത് അവര് ഇട് ഞങ്ങൾ ഡാൻസ് ചെയ്യട്ടെ എന്ന് പറയുന്നത് ആ വൈബാണ് ജെൻസി. മ്യൂസിക് ഇട്ടിട്ട് പോലീസ് അടിക്കാൻ വരുമ്പോ മനുഷ്യന്മാര് ജീവനം കൊണ്ട് ഓടുന്ന സമയത്ത് റീൽ എടുക്കാണ്. ആ റീലാണ് ഇതൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ഉണ്ടാക്കാണ്. ഇതൊരു സമര രീതി തന്നെയാണ്. തീർച്ചയായും. ഇപ്പൊ പണ്ട് കണ്ണീർവാതകം പ്രയോഗിക്കുമ്പോ അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗിക്കുമ്പോ ചിലപ്പോ സഹിക്കാൻ വയ്യാതെ ഓടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ കിടന്ന് മറ്റേ ചോരയൊലിച്ച് പിന്നെ പോലീസുകാരെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മുടെ കണ്ടിക്കണ്ട്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞതുപോലെ തല്ലാൻ ഓങ്ങുന്ന പോലീസുകാരന് പൂച്ചണ്ട് കൊടുക്കുന്നവര്, ഈ റീൽ എടുക്കുന്നവര്, അങ്ങനെ എന്തെല്ലാം വ്യത്യസ്ത കാഴ്ചകളാണ്. അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ. അപ്പൊ അതിൽ ആ പോലീസുകാർ തന്നെ അറിയാണ്ട് ഇവര്, അതായത് രാവിലെ ഇവരെ ഭയങ്കരമായി പൊതിരെ തല്ലി ഇവരെ അവശരാക്കിയതാണ്. അവരാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പൊതിച്ചോറും ഭക്ഷണമായിട്ട് ഇരുന്നത്. അപ്പം പോലീസുകാർ തന്നെ ഒരു നിസ്സഹായതയോടുകൂടി നോക്കുന്ന രീതിയിലും അതേപോലെ അവരുടെ ഒരു വിഷമമൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൽ. കാരണം അത്രയും അനീതി നടന്നിട്ടും ഇവരിങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര രസകരമായിട്ടുള്ള മോദിനെ ഭയങ്കര രസകരമായി വിമർശിച്ചിട്ടുള്ളത്. അതായത് മോദിന്റെ പറയുന്നത് വെച്ചാൽ കോളിംഗ് മോദി ചായ്വാല ഇസ് ഡിസ്റെസ്പെക്ടിങ് ടു ചായ്. ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്ലക്കാർഡുകളാണ് അവിടെ ഉടനീളം കാണുന്നത്. എന്ത് രസകരമായ പ്ലക്കാർഡുകൾ ഉണ്ട്. നരേന്ദ്രമോദി പ്ലീസ് ബ്രേക്ക് അപ്പ് വിത്ത് us എന്നൊക്കെ പറഞ്ഞു. മൈ എക്സ് ആൻഡ്, അതായത് എന്റെ എക്സും അതേപോലെ തന്നെ നരേന്ദ്രമോദി ഒരേപോലെയാണ്. കാരണം ബോത്ത് ആർ ഹേർട്ട്ലെസ്. ഇത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഒരു സ്ലോഗൻ ഞാൻ വായിക്കാം. Gonna create a new sex position called Modi, where I am the top and do nothing. പിന്നെ അത് മാത്രമല്ല, മോദിജി ടു ഗ്ലാഡ് ടു ഡാം എന്നൊക്കെ പറഞ്ഞ മോദിജിനെ വളരെ ഫണ്ണി ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെയാണ് കാണുന്നത്. ഒരു സമയത്ത് ഒരു ജനറേഷൻ പേടിച്ചിട്ട് പോലും പുറത്തേക്ക് ഇന്നൊരു ജനറേഷൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഗുഡ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ആൻഡ് ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇത് മുന്നോട്ട് തുടർന്ന് പോയാൽ വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ. സ്ത്രീകളുടെ കാര്യം പറഞ്ഞിട്ടാണോ നമ്മൾ തുടങ്ങുന്നത്? അപ്പൊ സ്ത്രീകൾ ഈ ഒരു സമരത്തിൽ കൂടുതൽ പങ്കാളിത്തം വരുന്നു, അല്ലെങ്കിൽ വളരെ ഫിയർലെസ് ആയിട്ടുള്ള വിമനെ നമ്മൾ ഇവിടെ കാണുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ. അതെ, അപ്പം ഞാൻ അതിൽ ഈ പ്ലക്കാർഡുമായിട്ട് ചേർന്നെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പ്ലക്കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാനിറ്ററി പാഡ് നീറ്റ് പേപ്പറിനേക്കാളും ലീക്ക് അങ്ങനെ ഒരുപാട് സാനിറ്ററി പാഡിന്റെ രസകരമായിട്ടുള്ള രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ്. ഡ്യൂറക്സിന്റെ പരസ്യം എന്ന് പറയുന്നത് ഡു ഇറ്റ് നീറ്റ് നോ ലീക്സ്. ഇത് എന്ത് രസമാണല്ലേ, നമുക്ക് വിമർശിക്കാൻ. വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് സോഷ്യൽ മീഡിയ മാക്സിമം അവർ ഉപയോഗിക്കുകയാണ്. ഞാനതിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈ കഴിഞ്ഞ ഒരു 2014 തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ ഇത്രയും ഈ വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഫിയർലെസ് ആയിട്ട് നരേന്ദ്രമോദിനെയൊക്കെ ഒന്ന് പറയാൻ പേടിച്ചിരുന്ന ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ടൈം മാറി. എനിക്ക് തോന്നുന്നു എന്തോ ഒരു മാറ്റത്തിന്റെ കാറ്റാണോ, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം ഇപ്പൊ പേടിയില്ല. നരേന്ദ്രമോദിനെ പറ്റി ഈ പറഞ്ഞ പോലെ മീംസിലൊക്കെ കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഉണ്ടാവാം, കുറച്ച്
രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ട്. അതിനുള്ള ധൈര്യം ഇന്നത്തെ ജെൻസിക്ക് ഉണ്ട്. അവര് ഒരു പക്ഷേ ഈ നീറ്റ് വരെ കാത്തിരുന്നതായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ജോബിന്റെ കാര്യത്തിലും പല രീതിയിലും ഇന്ത്യയിലെ യൂത്ത്സ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരിങ്ങനെ കാത്തിരുന്ന് ഒരു മൊമെന്റ് കിട്ടിയപ്പം ആ കോക്രോച്ച് ജനതാ പാർട്ടിന്റെ ഒക്കെ ഒരു വരവോട് കൂടിയിട്ട് എവിടുന്നോ എനിക്ക് തോന്നുന്നു യൂത്ത്സിന് എല്ലാവർക്കും ഒരു ധൈര്യം വന്നിട്ടുണ്ട്. ആ ധൈര്യം അത് കേന്ദ്ര സർക്കാരിന് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ വെങ്കി, മുൻപ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന സമരങ്ങളോടൊക്കെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം നമുക്കറിയാം. എന്തുണ്ടായാലും നടന്നോട്ടെ, എത്ര പേര് വേണമെങ്കിലും മരിച്ചോട്ടെ, തെരുവിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചങ്ങ് അകത്തിടും. അതെ അതെ, അന്ന് ജയിലിൽ വിളിക്കുന്നത് കിടക്കും. പാകിസ്ഥാനികൾ, ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നത്. ഇന്ന് പക്ഷെ ജെൻസി പറയുന്നത് എന്താ, കലാപം ഉണ്ടാക്കാനുള്ള ഒരു പാറ്റകളല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അവകാശമാണ്, മനുഷ്യാവകാശമാണ് ചോദിക്കുന്നത്. തീർച്ചയായും ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള നിരന്തരമായ ഗോദി മീഡിയ പോയി ഇവരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പാകിസ്ഥാൻ 20 രൂപ തന്നു, ഞാൻ അതുകൊണ്ട് ചായ കുടിച്ചു, 30 രൂപ ഓട്ടോറിക്ഷ. എന്ത് രസമായിട്ടാണ് ഇവര് മറുപടി ബേസിക്കലി പറയുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർക്ക് ഈ ജെൻസി പ്രക്ഷോഭത്തോടെ എങ്ങനെ ഇടപെടണം, അവരോട് എങ്ങനെയാണ് ഇത് നിർത്തേണ്ടത്, എങ്ങനെയാണ് ഇവരോട് കാര്യം പറയേണ്ടത്, എങ്ങനെയാണ് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് ഇവർ സാധാരണ മോദിജി അതെ ഇങ്ങനെ ഒരു അതായത് ഇപ്പൊ ഈ യുവജനങ്ങൾ എന്ന് പറയുമ്പോഴേ എല്ലാ കാലത്തും അതാത് കാലത്തെ യുവജനങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ജനറേഷൻ നോക്കിയാലും മനസ്സിലാകും. അവരൊക്കെ സമരമുഖത്തുണ്ടായിരുന്നു. അവര് ഈ പറയുന്ന ഭയപ്പെടാതെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നോക്കൂ, ഇന്ത്യയിൽ മാത്രമൊന്നല്ല, അപ്പൊ നമ്മുടെ കോക്രോച്ചുകൾ CJP മാത്രമല്ല, ഇപ്പൊ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം. അങ്ങനെ യുവജന പ്രക്ഷോഭങ്ങള് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ജാസ്മിൻ റവല്യൂഷൻ, അറബ് സ്പ്രിംഗ്, അതെ, ബ്ലാക്ക് ലിവ്സ് മാറ്റർ, അങ്ങനെ ഇതൊക്കെ ജെൻസി അതായത് സർക്കാരിനെ നിർത്തി വിറപ്പിക്കുന്ന പരിപാടി ഇത് തുർക്കിയിലുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പിക്കാച്ചു പ്രൊട്ടസ്റ്റ്, ലാത്തി എടുത്ത് അടിക്കാമെന്ന ലൈക്ക് പോലീസുകാരെ മുമ്പിൽ പിക്കാച്ചു ഡ്രസ് ഇട്ടിട്ട് വന്ന ജെൻസികൾ വരെ ഉണ്ട്. അതേപോലെ എൻവയോൺമെന്റിന്റെ കാര്യം വരുന്ന സമയത്ത് ഗ്രറ്റയൊക്കെ നമ്മൾ മറന്നു പോകാൻ പറ്റില്ല. അത് ജെൻസി ഇതിന്റെ ഏറ്റവും തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നു വലിയ ശബ്ദമായി മാറിയതാണ്. ഗസയിലേക്ക് ഇത്രയും ധൈര്യത്തോടു കൂടി ഒരു പെൺകുട്ടി, ഒരു ജെൻസി തലമുറയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പോകുന്നു. അതൊക്കെ പറയുന്നത് പോലെ വലിയൊരു എല്ലാതെ ലോകത്ത് എവിടെ നോക്കിയാലും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ എല്ലാതല്ല. ഇപ്പൊ ഗ്രേറ്റ് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതായത് നമ്മളൊക്കെ നമ്മുടെ കാലത്ത് നമ്മുടെ ഒരു ഐഡിയോളജിയിൽ ഒരു കാലാവസ്ഥ പ്രവർത്തക എന്ന് പറഞ്ഞാൽ സ്കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ലാവിഷ നടക്കുന്ന ഒരാളല്ല. പക്ഷെ ഗ്രേറ്റ് അതല്ല. ഗ്രേറ്റ് ചെറിയ പെൺകുട്ടിയാണ് അത്തരം രീതിയിൽ ഇടപെടുന്നത്. അപ്പോൾ ഏത് പ്രൊട്ടസ്റ്റ് ആവട്ടെ, പ്രത്യേകിച്ച് നേപ്പാൾ ആവട്ടെ, എല്ലാം ആവട്ടെ, അപ്പോൾ എല്ലാ തലത്തിലും ജെൻസികൾ ഇടപെടുന്നുണ്ട്. അവരുടേതായ രീതിയിൽ അവർ ഇടപെടുന്നുണ്ട്. അത് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും അവര് വലിയ വയലന്റ് മാർഗങ്ങളൊന്നും ആരും എടുക്കുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് CJP തന്നെ ഒരു വയലന്റ് മാർഗങ്ങളും ഇല്ല. അവർ വരുന്നു, അവിടെ ഇരിക്കുന്നു, പാട്ട് പാടുന്നു, റീൽ എടുക്കുന്നു, പോകുന്നു. പക്ഷെ അത് എഫക്റ്റീവ് ആവുന്നുണ്ട്. എന്താ, അവരുടെ ലാംഗ്വേജിനോട് ഇടപെടാൻ ആർക്കും കഴിയുന്നില്ല. അവർ സുഖമായിട്ട് ജയിച്ച് സുഖമായിട്ട് പോകുന്നു. സിമ്പിൾ. ലാംഗ്വേജ് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ പോലീസുകാർ തല്ലി ഓടിക്കാൻ വന്നപ്പോഴും ക്ലോക്കിറ്റ് ആണ് ഇവർ കാണിച്ചത്. ക്ലോക്കിറ്റ് എന്ന് പറഞ്ഞാൽ ടു നോട്ടീസ് സംതിങ് ദാറ്റ് ഇസ് വെരി റോങ്. അപ്പൊ നമ്മള് ക്ലോക്കിറ്റ് കാണിക്കും. തെറ്റായ കാര്യത്തിന് മുകളിൽ ജെൻസീസ് കാണിക്കുന്നത് എല്ലാ കാലത്തും പല രീതിയുണ്ട്. ഇപ്പൊ ഇന്ത്യ എടുത്ത് നോക്കിയാൽ 73 നവനിർമ്മാണ ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ജെൻസി ഒരു യൂത്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് JP മൂവ്മെന്റ്, ഇന്ദിരാഗാന്ധി താഴെക്കുന്നതിന് സംഭവിക്കുന്നത്. അതിനുശേഷം ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടാണ്. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ, നമ്മൾ ഏറ്റവും നോട്ട് ചെയ്യപ്പെട്ട, നമുക്കറിയാം, സീതാറാം യെച്ചൂരി ഇന്ദിരാഗാന്ധിയുടെ തൊട്ടപ്പുറത്ത് നിന്ന് ഇന്ദിര രാജിവെക്കണം അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട്. ഇന്ത്യ കണ്ട ഏറ്റവും റെവല്യൂഷണറി ഒരു പടമാണത്. നമ്മളെ സെലിബ്രേറ്റ് ചെയ്ത പടം. അത് ചെയ്യുമ്പോൾ യെച്ചൂരിയുടെ വയസ്സ് എത്രയാ, 25 26 ചുരുങ്ങിയത്. എല്ലാ കാലത്തും ഭഗത് സിംഗ് എക്സാമ്പിൾ ആണ്. എല്ലാ കാലത്തും ജെൻസികളാണ്. പണ്ടും അതെ, ഇപ്പോഴും അതെ. യൂത്ത് ആണ് എല്ലാ കാലത്തും എല്ലാ പ്രൊട്ടസ്റ്റിന്റെയും. അത് ഇന്ത്യൻ ചരിത്രത്തിൽ വരെ അങ്ങനെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഇപ്പൊ ആര് ഇവിടെ ഈ നാട് ഭരിക്കണം, ആരിവിടെ ഭരിക്കണ്ട, ഇവിടുത്തെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനും ഒക്കെ ജെൻസികൾക്ക് അവരുടേതായ മാർഗമുണ്ട്. അവര് നിർണയിക്കുന്ന കാലത്താണ് നിൽക്കുന്നത്. ഇത് മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് കണ്ടു തന്നെ അറിയണം അല്ലേ. ഇന്ന് രാഹുൽ ഗാന്ധി പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് അദ്ദേഹം ഈ പെല്ലറ്റ് ഗൺസ് ഇതിൽ കൊണ്ടിരിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഭീകരമായാണ് ഇതിന്. രഞ്ജിനി ഹരിദാസ് അവിടെ പോയി, ഞാൻ പുള്ളിക്കാരി അവിടെ പോയതിന്റെയും അവിടുത്തെ അനുഭവങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമരം, പുള്ളിക്കാരി പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് രസം തോന്നുന്ന രീതിയിൽ വളരെ ക്രിയേറ്റീവായ ആളുകൾ പാട്ടുപാടി അങ്ങനെ നിൽക്കുന്ന ഒരെണ്ണമാണ്. അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ജെൻസിയുടെ ഭാഷ മനസ്സിലാവാത്തവർ, അവരുടെ സമര രീതികൾ മനസ്സിലാവാത്തവർ, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും അറിയാത്തവരാണ് ഈ പറയുന്ന പെല്ലറ്റ് തോക്കുകൾ കൊണ്ടും ഇലക്ട്രിക് ബാറ്ററികൾ
കൊണ്ടും മുള്ളുവെച്ച ആണി വെച്ചിട്ടുള്ള ലാത്തികൾ കൊണ്ടും ഒക്കെ ഈ യുവജനങ്ങളെ തെരുവിൽ നേരിടുന്നത്. പക്ഷെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഈ പാറ്റകൾ കൂടുതൽ ശക്തമായി ചിറകിട്ടടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാറ്റകൾ പെരുകട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ ചെറിയ കാറ്റിലോ മഴയിലോ ഒരു കൊടുങ്കാറ്റിലോ പൊടിഞ്ഞു പോകുന്ന ഈയാമ്പാറ്റകളല്ല ഇന്നത്തെ യുവത്വം എന്നാണ് സൊറയ്ക്ക് പറയാനുള്ളത്. യെസ്, ഇപ്പൊ എന്തായാലും എല്ലാരും ഫോൺ നോക്കുക, അമേരിക്കൻ ചെന്ന് ഫണ്ട് വന്നോന്ന് ഉറപ്പിക്കുക. ഞാൻ അതുകൊണ്ട് നല്ലൊരു മന്തി